എപ്പോൾ ട്രേഡിംഗ് തുടങ്ങാം? ഇതിനുത്തരം പലതരമാണ്. നിങ്ങൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ടാവും 500 രൂപയിൽ ട്രേഡിംഗ് തുടങ്ങാമെന്ന്. എന്നാൽ നമ്മൾ ഇങ്ങനെ തുടങ്ങുമ്പോൾ പൊതുവെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ചിലപ്പോഴും നമ്മളൊരു 100 രൂപ വിലയുള്ള 1 അല്ലെങ്കിൽ 4 5 കമ്പനികളുടെ ഷെയർ വാങ്ങുമായിരിക്കും, അല്ലെങ്കിൽ പല കമ്പനികളുടെ ഷെയർ വാങ്ങുമായിരിക്കും. 4 അല്ലെങ്കിൽ 5 രൂപ കൂടുമ്പോൾ വിൽക്കാനും നോക്കും. എന്നിട്ടും ക്യാപിറ്റൽ കുറയുന്നുണ്ട്, നമുക്ക് ലാഭമൊന്നും വരുന്നില്ല. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ലാഭത്തിലായിരുന്നു. ഇവിടെ സംഭവിച്ചത് എന്താണ്? ബ്രോക്കറേജ് ചാർജുകളെ പറ്റി ധാരണയില്ലാത്തത് കൊണ്ടാണ്. ഇനി ചിലപ്പോൾ നമ്മൾ പിന്നെ പെന്നി സ്റ്റോക്കുകളിലോട്ട് തിരിയും. ആ പെന്നി സ്റ്റോക്കുകൾ കുറേ എണ്ണം വാങ്ങിക്കൂട്ടും. ചിലപ്പോൾ അവിടെ സ്റ്റക്കാവും, അല്ലെങ്കിൽ ഒരു ആവശ്യം വരുമ്പോൾ നമ്മളത് വിൽക്കുകയും ചെയ്യും. ലോങ് ടൈമിലേക്ക് ഉദ്ദേശിച്ചൊക്കെ വാങ്ങിച്ചതാണ്. ഇനിയുള്ളത് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് ചിലപ്പോൾ നമ്മൾ ഇറങ്ങിയേക്കും. 500 രൂപ മുതൽ നമുക്ക് ഓപ്ഷനിൽ പങ്കുചേരാൻ എന്നുള്ളതുണ്ട്. ചിലപ്പോൾ 1 2 ട്രേഡുകൾ നമുക്ക് പ്രോഫിറ്റ് വരും. അടുത്ത ട്രേഡിൽ നമ്മുടെ 500 രൂപ ആണെങ്കിൽ പോലും ഉള്ള ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവും. അപ്പോൾ നമ്മൾ ഓർക്കും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും എന്ന്. എന്നാൽ ലോസ് സെറ്റ് ചെയ്തിട്ടും നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ടായി പോകാറുണ്ട്. പിന്നീട് ചിലപ്പോൾ നമ്മൾ ഇനി ഈ ട്രേഡിങ്ങിലേക്ക് ഇല്ല എന്ന തീരുമാനം ഉണ്ടാവും. പക്ഷേ ഇത്തിരി പൈസ കിട്ടിയാൽ വീണ്ടും നമ്മൾ ഇതിലേക്ക് ഇറങ്ങും. ഇവിടെ ഇങ്ങനെ ട്രേഡിങ്ങും ഒരു അഡിക്ഷനായി മാറുന്ന ഒരു സംഭവമാണ് നടക്കുന്നത്. മറ്റെല്ലാ അഡിക്ഷനും പോലെ തന്നെ ട്രേഡിങ്ങും ഒരു അഡിക്ഷനായി മാറാറുണ്ട്. എന്നാൽ എന്താണ് ശരിക്കും ഒരു ട്രേഡിങ്ങിന് ഇറങ്ങും മുമ്പ് വേണ്ടത്? ഒന്നാമതായിട്ട് നമുക്ക് ക്യാപിറ്റൽ വേണം. ഒരു ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ അത് എത്ര വേണം, എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. രണ്ടാമതായിട്ട് ഒരു കാര്യം കൂടെ വേണം. മാർക്കറ്റിനെ കുറിച്ചും ഷെയറുകളെ ടെക്നിക്കലായും ഫിനാൻഷ്യലായും ചാർട്ടുകളും മറ്റു ഡേറ്റകളും നോക്കി അനാലിസിസ് ചെയ്യാനുള്ള ഒരു കഴിവും അല്ലെങ്കിൽ ഒരു അറിവും കൂടെ ആവശ്യമാണ്. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സക്സസ്ഫുൾ ട്രേഡിംഗ് നടത്താൻ പറ്റുകയുള്ളൂ. ഇനി ഇതിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് സ്റ്റോക്കുകളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഡെയിലി കുറച്ച് സ്റ്റോക്കുകൾ നമ്മൾ നോക്കിയെടുക്കുക. അതിൻ്റെ മൂവ്മെൻറ്റുകൾ വാച്ച് ചെയ്യുക. സ്പ്രിംഗ് പ്രൈസും അല്ലെങ്കിൽ ഓരോ ദിവസത്തെയും ഡെയിലി ലോയും ഹൈയും ഒക്കെ നോക്കുക. ഇത് എത്ര പെർസെൻറ്റേജ് ഒക്കെ ആയിരിക്കും അപ്പാവുക അല്ലെങ്കിൽ ഡൗൺ ആവുക, ഈ വോളിയം എന്തേലും നടക്കുന്നുണ്ട്, ഇവയൊക്കെ നോക്കുക. പിന്നെ ഷെയർ ഹോൾഡിംഗ് ഡീറ്റെയിൽസ്, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ഓരോ ക്വാർട്ടറിലും എങ്ങനെയാണത് ഓരോ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ മാറുന്നത്, അല്ലെങ്കിൽ ഏത് സമയത്തായിരിക്കും അതിൻ്റെ സെയിൽസ് നടക്കുന്നത്, കൂടുതൽ സെയിൽസ് ഡേറ്റകളൊക്കെ നോക്കാം. പിന്നെ ഫിനാൻഷ്യൽ ഡേറ്റകളും കമ്പനിയെ സംബന്ധിച്ചും പിന്നെ പൊതുവായ മാർക്കറ്റ് ന്യൂസുകളിലേക്കൊക്കെ നമ്മൾ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. ഇവയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് കുറച്ച് ക്യാപിറ്റൽ സമ്പാദിക്കേണ്ട ആവശ്യമുണ്ട്. ക്യാപിറ്റൽ ഇല്ലാതെ ഒന്നും നടക്കത്തില്ലല്ലോ. അതിന് ക്യാപിറ്റൽ എങ്ങനെ സ്വരൂപിക്കുമെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ വഴിയുണ്ട്. ചിലർക്ക് സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർ കാണും, ചിലർ ബിസിനസ് ചെയ്യുന്നവർ കാണും, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പാസീവായിട്ടുള്ള ഹോബികളുള്ളവർ കാണും, അതിൽ കൂടി ഇൻകം ജനറേറ്റ് ചെയ്യുന്നവർ കാണും. അപ്പോൾ ഒരു മന്ത്ലി അല്ലാത്തവർക്ക് ചിലപ്പം നമുക്കൊരു മന്ത്ലി ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ എക്സ്പെൻസുകൾ നമുക്ക് ടക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മന്ത്ലി ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അതിൽ മനസ്സിലാക്കി നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള വരുന്ന എക്സ്പെൻസുകൾ കുറച്ച് നമുക്ക് കട്ട് ചെയ്യുകയും ലിമിറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. ആ ഒരു എമൗണ്ട് സേവ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു 500 രൂപ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ എമൗണ്ടിൽ തന്നെ നമുക്ക് ട്രേഡിങ്ങിലോട്ട് കടന്നു വരാൻ പറ്റും പഠിക്കാനായിട്ട്. എല്ലാവരും പറയാറുണ്ട് റിസ്ക് ഫ്രീ എമൗണ്ട് മാത്രമേ നമ്മൾ ഈ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ എന്ന്. എന്നാൽ ബിഗിനേഴ്സ് മാത്രമല്ല എല്ലാ ആളുകൾക്കും ഇത് ബാധകമാണ്. ചില നേരങ്ങളിൽ ചിലപ്പോൾ നമ്മൾ 500 രൂപയ്ക്ക് പോലും ബുദ്ധിമുട്ടുന്ന അവസരം കാണും. ഒരു വഴി പോലും തെളിഞ്ഞു കരുതുകയുമില്ല. സോ റിസ്ക് എടുക്കുകയും വേണം, സ്വയം കരുതുകയും വേണം. റിസ്ക് കപ്പാസിറ്റി ഓരോരുത്തരുടെയും ലിവിങ് സർക്കംസ്റ്റൻസസ് പോലെ അനുസരിച്ചിരിക്കും. സോ ഒരു ക്യാപിറ്റൽ ഏതൊക്കാലം നമ്മൾ സ്വരൂപിക്കണം. ആ ഒരു സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലായിട്ടുള്ള നോളജ് ബിൽഡ് ചെയ്യുന്ന സമയം നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ ബിൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഒരു പാസീവ് ഹോബി അല്ലെങ്കിൽ ഒരു പാസീവ് വേസ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സാലറിയുടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് SIP ചെയ്യാം. അതായത് മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യുന്ന പോലെ തന്നെ സ്റ്റോക്കിലും SIP ചെയ്യാം. നല്ല കുറച്ച് ഫണ്ടമെൻ്റലി ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുകയും അതിലേക്ക് മന്ത്ലി ഒരു ഇത്ര എമൗണ്ട് ഇട്ട് ഇത്ര നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് പർച്ചേസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. അപ്പം മ്യൂച്വൽ ഫണ്ട് SIP സ്റ്റാർട്ട് ചെയ്തതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്കിലും SIP സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് SIP-നേക്കാളും സ്റ്റോക്ക് SIP നമുക്ക് കൂടുതൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് റിസ്ക്കും ഉണ്ട്, റിവാർഡും ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് റിസ്ക് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ് ചെയ്താൽ മ്യൂച്വൽ ഫണ്ട്
തന്നെ SIP സ്റ്റാർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ചിട്ടികളും PDCSകൾ അല്ലെങ്കിൽ RDകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ ചെറുതായിട്ടുള്ള ജനറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്യാനുള്ള പല വഴികളുണ്ട്. നമ്മുടെ എക്സ്പെൻസ് കട്ട് ചെയ്തുകൊണ്ടോ പുതിയൊരു പാസീവ് വേസ് ഓഫ് ഇൻകം കണ്ടുപിടിച്ചുകൊണ്ടോ നമുക്ക് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറ്റി നമുക്കൊരു നല്ലൊരു ക്യാപിറ്റൽ ബിൽഡ് ചെയ്തെടുക്കാം. ഈ ക്യാപിറ്റൽ ബിൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള നോളജും കൂടെ അക്യൂർ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. സോ ഇവ രണ്ടും നമുക്ക് ഒരേ ലെവലിൽ കൊണ്ടുവരികയും അതിൽ നിന്ന് നമ്മുടെ റിസ്ക് കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് ക്യാപിറ്റൽ ഉണ്ടാക്കിയെടുക്കുകയും അല്ലെങ്കിൽ ക്യാപിറ്റൽ നിശ്ചയിക്കുകയും അതിൽ നിന്നിട്ട് നമുക്ക് ട്രേഡിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ട്രേഡിങ് ഒരു വശത്ത് നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫ്ലോപ്പ് ആയാൽ പോലും നമ്മളൊരു SIP മോഡലിൽ ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയോ SIP സ്റ്റോക്ക് പോർട്ട്ഫോളിയോ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത് വളരെ നല്ലതാണ് ഒരു ലോങ് ടൈം നമ്മൾ നോക്കുമ്പോൾ. സോ ഇനി ലോങ് ടൈമിലോട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് പോലെ നമ്മൾ SIP ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു നല്ലൊരു റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു പോർഷൻ എടുത്ത് നമുക്ക് റിസ്ക് ഫ്രീ ആയിട്ട് കൂടുതൽ ട്രേഡിങ്ങിലേക്ക് നമുക്ക് ഇൻവോൾവ് ആവുകയും ചെയ്യാം. എന്നാലും നമ്മുടെ ലൈഫിൽ നമ്മളൊരു ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് പല മെത്തേഡ്സ് ഓഫ് ഇൻകം ജനറേഷൻ ആൻഡ് ഇൻകം വെൽത്ത് ക്രിയേഷൻ ഉണ്ട്. വഴികളെല്ലാം നമുക്ക് നോക്കാം. ഈ FD, GDCS, ചിട്ടികൾ, SIP, സ്റ്റോക്കിൽ, മ്യൂച്വൽ ഫണ്ട്, ട്രേഡിങ് ഇവയെല്ലാം നോക്കാം. ഒരു ട്രേഡർ ആകണോ ഇൻവെസ്റ്റർ ആകണോ എന്നുള്ളത് നമ്മുടെ ഒരു റിസ്ക് കപ്പാസിറ്റിയും നമ്മുടെ ഒരു നോളജും നമ്മൾ എത്രത്തോളം അതിനു വേണ്ടി പഠിക്കുന്നു ഇവയൊക്കെ അനുസരിച്ചിരിക്കും. സോ കീപ് ലേണിംഗ് ആൻഡ് ഗ്രോ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്. താങ്ക് യു.